നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ നന്ദനെ? നോ വൺ ഇസ് ടേക്കിംഗ് യു സീരിയസ്ലി. നീ ഓരോ നോമിനേഷന്റെ സമയത്തും പറയുന്ന ഓരോ കാരണങ്ങളും എല്ലാം വളരെ സില്ലി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിന്റെ അഭിപ്രായങ്ങൾ സില്ലി ആയി മാറുന്നത് നീ വേറുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളുമ്പോഴാണ്. നീ ജിൻഡോയെ രണ്ടാമത്തെ തവണ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അയാൾ ക്യാപ്റ്റൻ ആവാൻ ഒരു യോഗ്യതയില്ലാത്ത ആളാണ്. ആദ്യത്തെ തവണ അയാൾക്ക് 11 വോട്ട് കൊടുത്തതിൽ ഒന്ന് നീയാണെന്ന് എനിക്കറിയാം. അത് നീ കാണിച്ചത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. നിനക്ക് എന്തിന്റെ കേടായിരുന്നു നന്ദനെ? ആലോചിച്ച് വേണം കളിക്കാൻ. ഇങ്ങനെയൊക്കെ കളിക്കാവോ? ഇപ്പൊ അവിടെ ആരും കാര്യമാക്കുന്നില്ല, എതിരാളിയായിട്ട് കാണുന്നില്ല. അത് നീ ജിൻഡോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. ഇൻഡിവിജ്വൽ ആവാൻ ശ്രമിക്കുക നന്ദനെ. ഫേവറിസം കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക. വാലിഡ് പോയിന്റുകൾ അഭിപ്രായമായിട്ട് പറയുക. അപ്പം ജാസ്മിൻ വരുന്നുണ്ട്. ജാസ്മിൻ പറയുന്നു ഇവിടെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ എവിക്ഷൻ നോമിനേഷൻ മാത്രമല്ല, ക്യാപ്റ്റൻസിയും ജയിലും ഒക്കെ ഉണ്ടെന്ന് പുതിയതായിട്ട് പോലെ അങ്ങ് പറഞ്ഞു കൊടുക്കുവാണ് നന്ദനയ്ക്ക്. നന്ദനെ ഒരു അനിയത്തിക്കുട്ടിയായിട്ട് കണ്ട് രണ്ടുപേരും കൂടെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. നന്ദന ശക്തമായിട്ട് കളിച്ച് കയറി വരുന്നു എന്ന് മനസ്സിലാക്കി നന്ദനെ എന്തെങ്കിലും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് വശത്താക്കാൻ നോക്കുവാണ് രണ്ടും കൂടി ഇരുന്ന. നന്ദനയ്ക്ക് വിവരം ഉണ്ടെങ്കിൽ നന്ദ ഇവരുടെ ഗാംഗിലേക്ക് പോവില്ല. ഇപ്പൊ പോകുന്ന പോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കും. ഇനി അതല്ല ഗബ്രി പറഞ്ഞു കൊടുത്തതൊക്കെ ഒരു വേദവാക്യമായിട്ട് നന്ദനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പണി പാളാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഗബ്രിയുടെ മാനിപ്പുലേഷൻ ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഗെയിമിനെ കുറിച്ച് ഉപദേശിക്കാൻ വിളിച്ചിട്ട് ജിൻഡോയെ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്യരുതെന്ന് നീ. ഗബ്രിയോ നാണം കെട്ട് നിൽക്കുകയാണ്. ആ പാവം പിടിച്ച ആ പുള്ളിക്കാരിയും കൂടി വശത്താക്കി നെഗറ്റീവ് ആക്കാനായിട്ട് ഓരോ അടവുകൾ. അയ്യോ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും